ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യതാൽപര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുടെയും താൽപര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അറിയിച്ചു. അതിനായി എന്തു വില കൊടുക്കാനും തയ്യാറാണെന്നും മോദി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രതികരണങ്ങളിലേക്ക്. ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച യുഎസ് പ്രധാനമന്ത്രി ട്രംപിനുള്ള മറുപടി നമ്മുടെ പ്രധാനമന്ത്രി അന്നേ നൽകിയതായിരുന്നു. എന്തായാലും രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുൻഗണന നൽകുമെന്നും ഇതിൽ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിശ്വാസമാണ്. പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും നമുക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഈ കാര്യത്തിൽ ഉണ്ടാവില്ലെന്നും തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ടി വിയിലെ ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പൂർണ്ണമായും വിശ്വാസമാണ് നമ്മളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒരിക്കലും മത്സ്യത്തൊഴിലാളികളെ കൈവിടൂല എന്ന്. അങ്ങനെ അത്രയും പൂർണ്ണ വിശ്വാസമാണ്. നല്ല കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. നമ്മുടെ ട്രംപ് ഭരണകൂടം ഭാരതത്തിന് 50% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരുവ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ, നീതിരഹിതമായ ഒരു വ്യാപാര കരാറിൽ ഭാരത ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒപ്പുവെപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രശ്നം, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് മത്സ്യമേഖലയും അതുപോലെ കാർഷിക മേഖലയാണ്. ഒന്നും ആലോചിക്കാതെ ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാരതത്തിൻ്റെ നട്ടെല്ല് തകർക്കും എന്ന കാര്യം വളരെ വ്യക്തമായി നരേന്ദ്രമോദിജിക്ക് അറിയാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനവിഭാഗത്തിനും അറിയാവുന്ന കാര്യവുമാണ്. നമുക്കറിയാം, മുമ്പ് ഇതുപോലെ തന്നെ പൊക്രാൻ അണുവിസ്ഫോടനം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഭാരതത്തിൻ്റെ ധീരനായ പ്രധാനമന്ത്രി നമ്മുടെ അടൽജി ലോകരാജ്യങ്ങളോട് പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. അതായത് ഈ ഉപരോധം കൊണ്ട് ഭാരതത്തിനൊന്നും സംഭവിക്കില്ല. ഭാരതം സ്വയം പര്യാപ്തത നേടിയ നാടാണ്, ഇനിയും അത് നേടാൻ കഴിവുള്ള നാടാണ്. ഈ ഉപരോധം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതാണ് അന്ന് അടൽജി പറഞ്ഞത്. അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഈ തീരുവ. ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കാർഷിക മേഖലയും അതുപോലെ മത്സ്യമേഖലയും ഒക്കെ തകർക്കുന്ന ആ ഒരു നിലയിലേക്ക് വന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വളരെ ശക്തമായ തീരുമാനവുമായി ശ്രീമാൻ നരേന്ദ്രമോദിജി മുമ്പോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.